ഹലോ ഗായ്സ്, നമസ്കാരം. ഞങ്ങളിന്ന് മെട്രോ ഒക്കെ കയറിയിട്ട് എങ്ങോട്ടാന്നല്ലേ മന്തി കഴിക്കാൻ. ദുബായ് വന്നിട്ട് മന്തി കഴിക്കാണ്ട് എങ്ങനെയാണ്? ഞങ്ങൾ ദുബായിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ റയാൻ മന്തി നല്ലതാണെന്ന് അറിഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ മെട്രോ കയറി ഗോൾഡ് സൂക്കിൽ വന്നിറങ്ങി. ഗോൾഡ് സൂക്കിൽ സ്റ്റേഷനിൽ വന്നിറങ്ങി നേരെ ഓപ്പോസിറ്റ്, പുറത്തേക്ക് ഇറങ്ങി നേരെ ഓപ്പോസിറ്റാണ് റയാൻ മന്തി. തപ്പിപ്പിടിക്കാനൊന്നും ബുദ്ധിമുട്ടിയൊന്നുമില്ല. ഒരു നല്ല റെസ്റ്റോറൻ്റാണ്. ഇവിടെ പലതരം മന്തി ഉണ്ട് കേട്ടോ. ചിക്കൻ മന്തി, മട്ടൻ മന്തി, അതുകൂടാണ്ട് ഫിഷ് മന്തി, പ്രോൺസ് മന്തി, മട്ടനും ചിക്കനും കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടാണ് സ്വീറ്റ് ബോൾ. അപ്പോൾ ഇവിടെ വരുമ്പോൾ സ്വീറ്റ് ബോളും കൂടി ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യലാണ് സ്വീറ്റ് ബോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റാണ് റയാൻ മന്തി. ഇവിടെ വന്നിട്ട് ഗോൾഡ് സൂക്കിൽ വന്നിറങ്ങി ഒരു ബുദ്ധിമുട്ടുമില്ല റയാൻ മന്തി എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ മന്തിയും സ്വീറ്റ് ബോളൊക്കെ ഓർഡർ ചെയ്ത് വേഗം അവർ സെർവ് ചെയ്യുന്നുണ്ട്. അവരുടെ സർവീസും ഭയങ്കര ഗുഡാണ്, ഭയങ്കര നല്ല സർവീസാണ് അവരുടെ. അത് നമുക്ക് ഒരു ബൗളിൽ ഒരു മട്ടൻ സൂപ്പ് ക്ലിയർ ആയിട്ടുള്ള മട്ടൻ സൂപ്പ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ മയോണൈസ് ഒന്നുമില്ല അവിടെ. ഒരു ഗ്രീൻ ചട്നി, പിന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ നമ്മൾക്ക് നമ്മുടെ സബോള ഫ്രൈ ചെയ്തില്ലേ, ഉള്ളി ഫ്രൈ ചെയ്തത്, പിന്നെ സർലാസ്, അതാണ് കേട്ടോ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് വരാം. പിന്നെ നമ്മുടെ ചമ്മന്തി പോലത്തെ മുളക് ഇടിച്ചത്, അതെന്തോ അങ്ങനത്തെ, പിന്നെ ഒരു പുളിയുള്ളൊരു സാധനം, അതൊക്കെയാണ് ഇവിടുത്തെ സൈഡ് ഡിഷായിട്ട് വരുന്നത്. ഞങ്ങളുടെ മന്തി വന്നു, അടിപൊളി മന്തിയാണ്. അപ്പോൾ ദുബായ് വരുമ്പോൾ എല്ലാവരും റയാൻ മന്തി കൂടി ട്രൈ ചെയ്യുക. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം കൂടി നമുക്ക് കേട്ടോ. നമ്മൾ ദുബായ് റയാൻ മന്തി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മട്ടൺ സൂപ്പ് അത് മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ സൂപ്പ് വയ്ക്കുന്ന പോലെയില്ല, അത് യെല്ലോയിഷ് സംതിങ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. സലാഡ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മന്തിയും ചിക്കൻ എന്ന് പറയുന്നത് സാധാരണ ചിക്കനല്ല, ഇപ്പോൾ ഞാൻ ജസ്റ്റ് എടുക്കും. അഭിപ്രായം ഫുള്ളായില്ല. അപ്പോഴേക്കും അടുത്ത ഐറ്റം വന്നു, ഷുഗർ ബോൾസ്, സ്വീറ്റ് ബോള്. പിന്നെ റിയലായിട്ട് ടിപ്പിക്കലായിട്ടൊരു നെയിമും കൂടി ഉണ്ട്. ഇവിടുത്തെ ഒരു സ്വീറ്റ് ഐറ്റമാണ്, അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതും കൂടി ട്രൈ ചെയ്ത്, പിന്നെ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ടീയും കൂടി മിൻ്റൊക്കെ ഇട്ടിട്ട് തരും. അപ്പോൾ അതൊക്കെ കഴിച്ച് കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് കാണാനായിട്ട് പോയി. അവിടെയാണെങ്കിൽ നിറയെ നിറയെ പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് 80ലധികം രാജ്യങ്ങളുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന അവരുടെ ഫുഡ്, അവരുടെ കൾച്ചർ, അവരുടെ ഡ്രസ്സ്, അവരുടെ സ്പൈസസ്, അങ്ങനെ കുറേ 80 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറേ ഉണ്ട് കാണാൻ. ഞങ്ങളൊരു 6 മണി ആയപ്പോഴാണ് അവിടെ എത്തിയത്. 6 മണിക്ക് ഒരു 11 മണി വരെ അവിടെ നിന്ന് റൗണ്ട് അടിച്ചെങ്കിലും ഞങ്ങൾക്ക് ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റിയത്. പകുതി വരെ ഞങ്ങളത് കവർ ചെയ്ത് നമുക്ക് നടക്കാൻ വയ്യാണ്ട് തിരിച്ചു വന്നപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ്, ഷൂ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, കാരണം കുറേ നടന്ന് കാണാനുണ്ട്, കുറേ നടക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് അവിടെ പോവാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉള്ളവർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം പോവുക. കാരണം ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ. ഒരു 25 ദിർഹം ആണെന്ന് തോന്നുന്നു ഒരാൾക്ക്. അപ്പോൾ കുറേ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വായോ കേട്ടോ. പേടിച്ചു പോകും. അതാ വീഡിയോ എടുക്കായിരുന്നു, ആ വീഡിയോ എടുക്കാം.
नहीं इसमें सेटिंग कर देंगे इसको आइए अभी എന്താ കക്ക ഇതിങ്ങനെ തിന്നോ? കക്ക നട്ട് അങ്ങനെ കഴിക്കും അതൊക്കെ ബുദ്ധിമുട്ട് യമൻ. ഒരു മുകളിൽ ഇവിടെ ഭയങ്കര റേറ്റാണ്. അവിടെ പോയി പത്തനം വാങ്ങാം, വേറെ വേറെ സംഭവം ഇവിടെ ഇല്ലല്ലോ. അതാണ് ഇവിടെ യമനിട്ട് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. റൗണ്ട് അടിക്കണം ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ റൗണ്ട് ഓരോ സ്ഥലത്തെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഇപ്പോൾ ഈ സ്ഥലം അത് ആ കുവൈറ്റിലത്തെ സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. വാൾനട്ട് സ്പൈസസ്. എന്താ ഞാൻ കണ്ടു. അല്ല മറ്റേ സ്പൈസ് ഇതില്ലേ, അതൊക്കെ അതെങ്ങനെയാണ് സ്പൈസസ് പോലത്തെ സാധനങ്ങൾ. ഒറിജിനൽ പറഞ്ഞാൽ ഒറിജിനൽ. അതുകൂടി വാങ്ങിച്ചോ അതിലിട്ടോ. ജസ്റ്റ് വീഡിയോ വീഡിയോ ടിഷ്യൂ ടിഷ്യൂ صداع جاتني دافع صداع. Yes, welcome. Excuse me. From India. You like ring, brother? No. 1 minute. Already like this. Huh? From India. You like ring? I have ring.
called? One piece 10, three piece 20. 3 piece 20. 1 piece 20 ആണ്. Very beautiful. Only kamsa 55. Bundan daha güzel. Şurada mı varmış ya baksana?